ക്ഷമയെക്കുറിച്ച് നമ്മുടെ പൂർവികര് പറയുന്നത് കേട്ടിട്ടില്ലേ? ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യും. അതെ, ക്ഷമ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ മരുന്നാണ് ക്ഷമ. ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവരൊക്കെ എന്നോട് അങ്ങനെ ചെയ്തിട്ട് ഞാൻ ക്ഷമിച്ചു കൊടുത്തു പലതവണ ആവർത്തിക്കും, ഞാൻ ക്ഷമിച്ചു കൊടുത്തെന്ന്. സത്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ ആ വ്യക്തി അന്ന് എന്നോട് ഇങ്ങനെ പെരുമാറി എന്നുള്ള ഒരു തോന്നൽ കിടക്കുന്നത് കൊണ്ടല്ലേ, അത് ക്ഷമിക്കാത്ത കൊണ്ടല്ലേ ക്ഷമിച്ചു കൊടുത്തെന്ന് പറയുന്നത്. എവിടെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? ഉള്ളിന്റെ ഉള്ളിൽ അത് കിടപ്പുണ്ട്, അത് തീർച്ചയാ. ആലോചിച്ചു നോക്കൂ. ഒരു നിമിഷം കണ്ണടച്ചിട്ട് നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയെ മനസ്സിലൊന്ന് വിചാരിക്കുക. എന്നിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ചിന്തിച്ചു നോക്കുക. ശരിക്കും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ടോ? എങ്കിൽ തീർച്ചയാണ് നമ്മൾ ക്ഷമിച്ചിട്ടില്ല. തെറ്റ് നമ്മുടെ തന്നെയാണ്. എന്തുകൊണ്ട് ക്ഷമിക്കാതിരിക്കുന്നത് നമ്മുടെ തെറ്റായി? നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. മറ്റൊരാളോട് ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. അത് തിരിച്ചറിയാത്തവരാണ് മറ്റൊരാളെ വിരൽ ചൂണ്ടി അവര് പറഞ്ഞ തെറ്റുകള് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവര് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അന്ന് അവരങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് എന്തുമാത്രം ദുഃഖം ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കുക, അവര് നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പല കാര്യങ്ങളും. നമ്മൾ ഓർക്കാത്ത പല കാര്യങ്ങളും അവരെടുത്തെടുത്ത് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, നീ ചെയ്തെടുത്ത് ചില തെറ്റുകളുണ്ടെന്ന്. ആ രീതിയിലൊന്ന് കണക്കാക്കി നോക്കിയേ. നമ്മുടെ ജീവിതമാണ് രക്ഷപ്പെടുന്നത്. ഒരാളോട് പിണങ്ങി നമ്മൾ ക്ഷമിക്കാതെ ഇരുന്ന് ആ ഒരു വേദന ഉള്ളിൽ നിറച്ചുകൊണ്ടിരുന്ന് നമ്മൾ വേദനിക്കുമ്പോഴും അവര് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അവരങ്ങനെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരതന്നേ വിട്ടു. എന്നാൽ നമ്മൾ അത് പറഞ്ഞ് ഓർത്തോർത്ത് വേദനിച്ചുകൊണ്ടിരിക്കുക. നമ്മള് ഒരു കാര്യത്തെക്കുറിച്ച്, പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തോർത്തോർത്തോർത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറല്ലെന്നാ. നമുക്കിവിടെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ദേഷ്യത്തിന്റെയും പകയുടെയും ഒക്കെ പേരിൽ നഷ്ടപ്പെടുത്താനുള്ളതല്ല. നമ്മുടെ ജീവിതം നന്നായിട്ട് ജീവിക്കാനുള്ളതാ. നല്ലതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കണം. എങ്ങനെയും ജീവിതം ജീവിച്ച് തീർത്താ പോരാ, നന്നായിട്ട് ജീവിക്കണം. നമ്മുടെ ഉള്ളിലെ കഴിവുകൾ വെളിയിലെടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുന്നത്. നമുക്കും വേണം നല്ല രീതിയിലുള്ള ഒരു ജീവിതം. അതിനായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഹോപ്പനൊപ്പനോ. ഹോപ്പനൊപ്പനോ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വന്തം സാധ്യതകളെ കണ്ടെത്തി സമാധാനത്തോടെ ജീവിക്കുക. അതിനായി നമുക്ക് പറയാം, ഐ എം സോറി. ഇന്ന് വരെ ചെയ്ത അബദ്ധങ്ങൾക്കൊക്കെ സോറി പറയാം. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ അതിനും സോറി പറയാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ ചോദിക്കാം. ഒപ്പം നമ്മൾ നമ്മളുടെ ജീവിതത്തെ കൃത്യമായി നിർവഹിക്കാതെ പോയതിന് സോറി പറയാം നമ്മളോട് തന്നെ. പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു. ആ ലവ് എവിടാണെന്നറിയുവോ? നമ്മുടെ ഉള്ളില്, നമ്മുടെ സെൽഫ് ലവ് ആ. ഐ ലവ് യു ഈ പറയുന്നത് ഞാൻ എന്നോട് തന്നെയാ. അത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് പറയാൻ പറ്റണം, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, മറ്റൊരാളെയല്ല. അതുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത്, തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. അപ്പൊ തന്നെ നന്നായിട്ട് സ്നേഹിച്ചെങ്കിലല്ലേ അയൽക്കാരനെയും അതേ കണ്ണോടെ കാണാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ബ്ലെസ്സിങ്സിനൊക്കെ നന്ദി പറയുക. നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓരോ ബ്ലെസ്സിങ്സിനും നന്ദി പറയുക.
നന്ദിയോടെ ജീവിക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് ഒന്നിച്ചു പറയാം, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു.